ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗമാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, CP ഉദയഭാനു, കാളീശ്വരം രാജ്, A ജയശങ്കർ, ശിവൻ മഠത്തിൽ എന്നീ 5 മുതിർന്ന അഭിഭാഷകർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും. സംഘടനയെ എതിർത്ത് കഴിഞ്ഞ ദിവസത്തെ അക്രമങ്ങളെ മാധ്യമങ്ങളിൽ തള്ളിപ്പറഞ്ഞതിനാണ് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നത്. അഭിഭാഷക വൃത്തി അവസാനിപ്പിക്കുന്നതിനോ അതിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുന്നതിനോ തടസ്സപ്പെടുത്തുന്നതിനോ ഒന്നും സംഘടനയ്ക്ക് കഴിയില്ല. അതേസമയം സ്ത്രീപീഡന കേസിൽ പ്രതിയായ അഭിഭാഷകനെ രക്ഷിക്കാനുള്ള ശ്രമവും അദ്ദേഹത്തെ മാധ്യമങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാനുള്ള ശ്രമവുമാണ് സംഭവവികാസങ്ങൾക്ക് കാരണമെന്ന് പ്രമുഖ അഭിഭാഷകയായ സംഗീത ലക്ഷ്മൺ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇറങ്ങി യൂണിഫോം ഇട്ടിട്ട് റോഡിലേക്ക് ഇറങ്ങി ഇന്ന് ഗുണ്ടായുസം കാണിക്കുക, തെറി വിളിക്കുക, എന്നിട്ട് ഇതിനൊക്കെ സഹകരിക്കാൻ കുറേ ആൾക്കാർ. ഞാൻ സംസാരിച്ചതിൽ 95% ആളുകളും ഇതിനെക്കുറിച്ചൊന്നും കൺസേൺഡ് അല്ല, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും താല്പര്യമില്ല. വഞ്ചിയൂരിലെ അക്രമങ്ങളെ തുടർന്ന് അഭിഭാഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൈക്കോടതി അഭിഭാഷകർ ഇന്നും കോടതി ബഹിഷ്കരിച്ചു. അതേസമയം വനിതാ അഭിഭാഷകരെ അപമാനിച്ചതും ലിഫ്റ്റിൽ കയറാൻ അനുവദിക്കാതിരുന്നതും ഭീഷണിപ്പെടുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ അഭിഭാഷകരും ജഡ്ജിമാരും അടങ്ങുന്ന സമിതി അന്വേഷിക്കും. അഭിഭാഷകർ എറണാകുളം പ്രസ് ക്ലബിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. അഭിഭാഷകരിലെ ഒരു വിഭാഗം മാത്രമാണ് മാർച്ചിൽ പങ്കെടുത്തത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ രാംകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ, ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പി നായർ, മാധ്യമപ്രവർത്തകൻ ശ്രീ KR അജയൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. ചർച്ചയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പി നായർ, ഇന്നിപ്പോൾ പല തീരുമാനങ്ങളാണ് ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ എടുത്തിരിക്കുന്നത്. കോടതിയിലെ മീഡിയ റൂം പൂട്ടാനായി തീരുമാനമെടുത്തിരിക്കുന്നു. ഒപ്പം ഇന്നും കോടതി ബഹിഷ്കരിക്കുന്ന നിലപാടുണ്ടായിരിക്കുന്നു. മുതിർന്ന ചില അഭിഭാഷകരുടെ ഈ പ്രതിഷേധത്തിനെതിരെ പ്രതികരിച്ച ചില അഭിഭാഷകർക്ക് എതിരെ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു. ഈ നിലയ്ക്ക് വിഷയം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് അഭിഭാഷക അസോസിയേഷൻ ആലോചിക്കാൻ കാരണമെന്താണ്? അഭിഭാഷക അസോസിയേഷൻ്റെ സംഘടന ജനറൽ ബോഡി യോഗം കൂടി എടുത്തിട്ടുള്ള തീരുമാനം ഒരു പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്. അത് ഞങ്ങൾ ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തര കാര്യമാണ്. അത് പൊതുവേദിയിൽ മാധ്യമങ്ങളുമായി പങ്കുവെക്കാനോ ചർച്ച ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും. പക്ഷേ അവിടുത്തെ മീഡിയ റൂം അടച്ചുപൂട്ടിയത് എന്തിന് എന്ന ചോദ്യത്തിന് വേണമെങ്കിൽ അങ്ങനെ മറുപടി പറയാതിരിക്കാം. എന്തിനാണ് മുതിർന്ന അഭിഭാഷകർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം എന്ന കാര്യത്തിലും നിങ്ങൾക്കങ്ങനെ ഒഴിഞ്ഞു മാറാനാകും. പക്ഷേ ഈ ബഹിഷ്കരണം എന്തിനാണ് എന്ന ചോദ്യം എന്തായാലും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നയാൾ എന്ന് കണക്ക് കൂട്ടുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് പറയുകയാണ്, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം മാത്രമായി കണക്കാക്കേണ്ടതില്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായ ചില പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ മുഴുവൻ ജനങ്ങൾ കാണാനിടയായ തെറ്റായ വാർത്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് ചില വാർത്തകൾ വന്നു എന്നാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുപ്രീം കോടതിയിൽ നിന്ന് മാധ്യമ റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നടപടികളുണ്ടായി എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ജനങ്ങളോട് ഈ തരത്തിൽ നിങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നത്, കള്ളം പറയുന്നത് നിങ്ങൾക്ക് നാളെ തിരുത്തേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങളുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യൂ. ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിങ്ങൾ കള്ളം പറയുകയാണ്, വാർത്തകൾ വളച്ചൊടിക്കുകയാണ്. മാധ്യമങ്ങളോട് പ്രതിഷേധിച്ചുകൊണ്ട് കോടതി ബഹിഷ്കരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടിയായി താങ്കൾ പറഞ്ഞതായി കണക്കാക്കിക്കോട്ടെ. അങ്ങനെ പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ശ്രീ ഹർഷൻ, കേരളത്തിലെ അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം മാത്രമല്ല. അഭിഭാഷകരെ പോലീസ് നിഷ്ഠൂരമായി കോടതിയുടെ മുന്നിൽ പ്രകടനം നടത്തി വന്നിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അവരെ തടയുന്നതിന് പകരം, അവരെ അഭിഭാഷകർക്കെതിരെ ആക്രമിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം ആ അക്രമത്തിന് മാധ്യമപ്രവർത്തകർക്ക് സംരക്ഷണം നൽകുകയും അതോടൊപ്പം തന്നെ അഭിഭാഷകരെ പോലീസ് നിഷ്ഠൂരമായി മർദ്ദിക്കുകയും നിരവധി അഭിഭാഷകർ ആശുപത്രിയിലാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായപ്പോഴാണ് അഭിഭാഷക അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളുമായി പുറത്തു വന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് മാധ്യമപ്രവർത്തകരുമായി മാത്രമുള്ള പ്രശ്നമല്ല. അതിൻ്റെ ഒരു കാരണമായിട്ടുണ്ടാകാം.
പക്ഷേ പോലീസ് നടത്തിയിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇതൊക്കെ ഈ നിലയ്ക്ക് വലിച്ചിഴക്കേണ്ടതുണ്ടോ? അഭിഭാഷകർ നീതി നടപ്പാവുമെന്ന് ഉറപ്പാവുന്ന തരത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നവരാണ്. സ്വാഭാവികമായും തർക്കങ്ങളുണ്ടാകും, വഴക്കുണ്ടാകും. ആ വഴക്ക് സംബന്ധിച്ച വാർത്തകളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് കക്ഷികളെ വഞ്ചിക്കുന്ന നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ശ്രീ ഹർഷൻ, ഈ തരത്തിലുള്ള ചർച്ചയിലേക്കൊന്നും ഞാൻ ഈ സാഹചര്യത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ചില മാധ്യമങ്ങൾ, നിങ്ങളടക്കമുള്ള ആളുകൾ എന്ന് ഞാൻ പറയുന്നില്ല, ചില മാധ്യമങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളത്തിൽ നൽകിയിട്ടുള്ള ചില തെറ്റായിട്ടുള്ള വാർത്തകൾ, ആ വാർത്തകളിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ശ്രീ കൃഷ്ണദാസ്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ആദ്യം ഈ നിലയ്ക്കൊക്കെ വളർന്നു വരേണ്ട ഒരു വിഷയമാണോ ഇതെന്ന സംശയമാണ് എനിക്ക് എന്തായാലും ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഈ നിലയ്ക്ക് ആവർത്തിക്കുന്നത്. കാരണം ഈ നിലയ്ക്ക് കക്ഷികൾ വഞ്ചിക്കപ്പെടുന്ന തരത്തിലേക്ക് അത് വളരേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കാനും കാരണം അതാണ്. നമുക്ക് അതിൻ്റെ തുടക്കത്തിലേക്ക് തന്നെ, താങ്കൾ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് അതിൻ്റെ തുടക്കത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്താണ് ഈ നിലയ്ക്ക് മാധ്യമപ്രവർത്തകർക്കെതിരെ തിരിയാനുണ്ടായ കാരണം? അതല്ലെങ്കിൽ കോടതി ബഹിഷ്കരിക്കുന്ന തരത്തിലേക്ക് വളരാനിടയായ ഈ വിഷയത്തിൻ്റെ തുടക്കം എന്താണ്? ആ തുടക്കത്തിൽ എന്ത് നുണയാണുള്ളത്? ഒരു മാധ്യമത്തിൽ, ഒരൊറ്റ മാധ്യമത്തിൽ വ്യത്യസ്തമായ ഒരു വാർത്ത, ആ വാർത്തയുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾ പാസാക്കിയ പ്രമേയത്തെക്കുറിച്ച് പാസാക്കിയിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്ത ഡെക്കാൻ ക്രോണിക്കിളിൽ വന്നു എന്ന ഒരൊറ്റ പരാതിയാണ് അങ്ങനെ മാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾക്കുള്ളത്. ആ പരാതിയുടെ പേരിലാണ് ഇത് ഇത്രയും വളർത്തിയത് നിങ്ങൾ എന്നോർക്കണം. അങ്ങനെ വളർത്തേണ്ടതുണ്ടായിരുന്നോ എന്നതാണ്. അങ്ങനെയല്ല ഹർഷൻ, അതല്ല സത്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഹൈക്കോടതിയിൽ വരുന്ന മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ച് അവസാനിച്ചു കഴിഞ്ഞതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നന്ദഗോപാൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനും മറ്റൊരു അഭിഭാഷകനും തമ്മിലുണ്ടായ ഒരു ചെറിയ വാക്ക് തർക്കത്തെ നിങ്ങൾ മാധ്യമപ്രവർത്തകനും അഭിഭാഷകരും തമ്മിൽ തർക്കമുണ്ടായി എന്നും മാധ്യമപ്രവർത്തകരെ ഹൈക്കോടതിയിൽ എന്നിങ്ങനെ പരത്തി പറയാതിരിക്കൂ ദയവ് ചെയ്ത്. നിങ്ങൾ ഇത്രയും കക്ഷികളെ തെരുവിൽ നിർത്തിയിരിക്കുന്നത് ഒരു മാധ്യമത്തിൽ തെറ്റായി വാർത്ത വന്നു എന്നതിനെ തുടർന്നാണ്. ആ വാർത്ത പിറ്റേ ദിവസം അവർ തിരുത്തിയതുമാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ. അതിനും ശേഷമാണ് ഈ നിലയ്ക്ക് ഇത് വളർന്നിരിക്കുന്നത്. ആത്യന്തികമായി അതിന്റെ തുടക്കം ആ മീഡിയ റൂം അടച്ചിട്ടതിലൂടെയാണ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും തുടക്കം ഒരു അഭിഭാഷകനെതിരെ, ഒരു ഗവൺമെന്റ് പ്ലീഡർക്കെതിരെ, ഒരു ഒരു സ്ത്രീയെ കടന്നു പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അതിലേക്കൊന്നും ഹർഷൻ കടക്കണ്ട. അല്ല, അതാണല്ലോ തുടക്കം. നമ്മൾ അതിലേക്ക് എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിലെല്ലാം ചർച്ചകളിൽ ആ വിഷയത്തെ തൊടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതാണല്ലോ ആത്യന്തികമായി ഇതിന്റെ തുടക്കം.